ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വലിയ നോമ്പിലേക്ക് പൗരസ്ത്യ സഭകൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാശ്ചാത്യ സഭകൾ നാളെ ആഷ് വെനസ്ഡേ ചാമ്പൽ ബുധനാഴ്ചയോടുകൂടി ആരംഭിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ പുറപ്പാട് പുസ്തകം പഠിച്ച് കനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ മക്കളുടെ യാത്ര പോലെ നമ്മളുടെ അനുദിന യാത്രയിൽ താരതമ്യപ്പെടുത്തി പഠിക്കുന്ന ഈ ദിവസത്തിൻ്റെ രണ്ടാം ദിനത്തിൽ രണ്ടാം അധ്യായം, പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 25 വാക്യങ്ങളുള്ള രണ്ടാം അധ്യായത്തിൽ, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗൾഫ് ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവനൊരു ഞാങ്ങണപ്പട്ടവും വാങ്ങി അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവനെന്ത് ഭവിക്കുമെന്ന് അറിയാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്ന് അപ്പോൾ ആ ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു കുടുംബത്തെ കാണാൻ സാധിക്കും. അന്ന് ഫറവോൻ കൽപ്പിച്ചു, ഭവനത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സ്തുതികർമ്മികളോട് പറഞ്ഞു, ആൺകുഞ്ഞിനാണ് അന്നേനെ കൊന്നേക്കണമെന്ന് പ്രസവിക്കുമ്പോൾ അവരത് രക്ഷിച്ചു. പിന്നെ ഫറവോൻ അത് നടക്കാതെ വന്നപ്പോൾ പറഞ്ഞു, ആരുണ്ടായാലും നദിയിലെടുത്തിട്ടേക്കണം, ആൺകുഞ്ഞുങ്ങളുണ്ടായാലും നദി കളഞ്ഞേക്കണം. അങ്ങനെയാണ് ഒരു നല്ല കുഞ്ഞിനെ എടുത്ത് നദി കളഞ്ഞു. എന്നാൽ കുഞ്ഞ് ഭയങ്കര സൗന്ദര്യമായിരുന്നതുകൊണ്ട് വീട്ടുകാർക്ക് കളയാൻ തോന്നിയില്ല. പെങ്ങളൊരു ബുദ്ധി ചെയ്താണ് ഞാങ്ങണയുടെ ഇടയിൽ വെച്ച് ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ച് കുടുംബാംഗങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനം. എപ്പോഴും ആ കുടുംബത്തിലുള്ള മൂത്ത ആളുകൾ ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇതിന് എന്ത് സംഭവിക്കുമെന്ന്, ആങ്ങളയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞ് ബുദ്ധിയോടെ പ്രവർത്തിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു സഹോദരി അവിടെ കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിലുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് വലിയൊരു സംഭവം നടക്കുന്നത്. രാജാവിൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തിലൂടെ നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസി അയച്ചു. അത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നുകൊണ്ട് അത് കണ്ടത്. അവൾക്ക് അത് തുറന്നാറ് പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. ഇവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് മിസ്രൈം കൊച്ചല്ല, ഇത് എബ്രായ കൊച്ചാണ്. അപ്പോൾ അത് ആ സമയം തക്കത്തിൽ ഉപയോഗിച്ച് അവൻ്റെ പെങ്ങൾ ഫറവോൻ്റെ പുത്രിയോട് ഈ പൈതലിനെ മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിക്കും. എത്ര ബുദ്ധിയോടാണ് അറിയുന്നത്. ഒന്നാമത് ആ കുടുംബത്തോടുള്ള ഒരു ബന്ധം, ആ രാജകുടുംബത്തോടുള്ള ഈ കുട്ടിയുടെ സഹോദരിക്കുള്ള ബന്ധം കൊണ്ടാണ് ആ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരു നന്മ കുടുംബത്തിന് വരാനായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഫറവോൻ്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. രാജകുമാരിക്ക് ഇതുവല്ല വിഷയമാണ്. കൊച്ചിനെ നല്ല ഭംഗിയായിട്ട് വളർത്തണമെന്നാണ്. ആ സുന്ദരനായ കൊച്ചിനെ കണ്ടപ്പം രാജകുമാരിക്ക് ആകെ ആവേശം. കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ തന്നെ വിളിച്ചുകൊണ്ട് വന്നു. സ്വന്തം അമ്മയെ വിളിച്ചു കൊണ്ടുവന്ന് സ്വന്തം മുലപ്പാൽ തന്നെ കൊടുത്ത് കുഞ്ഞിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ആ വലിയൊരു അനുഭവം. ഇത്രയായപ്പോൾ ഫറവോൻ്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ട് പോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൾക്ക് മകനായി. ഞാൻ അവളെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് അവളവന് മോശെ എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പേരിനകത്ത് തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനാണ് മോശ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആ പേരിടയിലും മകനാക്കി സ്വന്തം രാജകുടുംബത്തിലേക്ക് അവൻ സാധാരണ ജനിച്ചവനാണ്. അവൻ രാജകുടുംബത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന രാജകീയ പുരോഹിത വർഗമാണ് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് പിന്നെ ആ പ്രശ്നങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. 11-ാം വാക്യത്തിൽ, ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാർ ഒരു എബ്രായനെ ഒരു മിസ്രൈമൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കണ്ടില്ല. നോക്കുമ്പോൾ മിസ്രൈമിനെ അടിച്ച് കൊന്ന് മണലിൽ മറവ് ചെയ്തു. മോശ വളർന്നു വന്നപ്പോൾ അവൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടി ചെയ്ത, അവൻ്റെ സ്വന്തം ജനത്തെ ഉപദ്രവിച്ചവരെ തകർക്കാൻ ചെയ്യുന്നതായിട്ടുള്ള അവൻ്റെ ആത്മാർത്ഥത. പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിടുന്നത് കണ്ടു. അന്യായം ചെയ്തവനോട് നിൻ്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിനവൻ
നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപവും ആക്കിയവനാർ. മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു. അപ്പോൾ ഈ കാര്യം ഇവർ എബ്രായ ബാലന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയപ്പോൾ ഈ മിസ്രൈമിനെ അടിച്ചു കൊന്നപോലെ നീ ഞങ്ങളെയും കൊല്ലുകയാണോ? അവൻ വിചാരിച്ച് ആരും അറിയാതെ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യമല്ല ഇവിടെ സംഭവിച്ചത്. അവിടെ ഇത് സംഭവിച്ചിരിക്കുന്നതിൽ അവിടെ പൂർണ്ണമായിട്ട് അതറിഞ്ഞു. അവിടെ മോശ ധൈര്യത്തോടെ നിൽക്കുകയാണ്. 40 വർഷക്കാലം മോശ അങ്ങനെ ആ രാജകൊട്ടാരത്തിലെ ഭയങ്കര എക്സ്പീരിയൻസ് ലഭിച്ചു. ഇത്ര പോയപ്പോൾ തന്നെ ഇത് മനസ്സിലായ ഫറവോൻ 15-ാം വാക്യത്തിൽ ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് എന്ന് പാർത്തു. അവിടെ ഒരു കിണറ്റിനരികെ ഇരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പൻ്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികളിൽ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. അവരുടെ ആടുകളെ കുടിപ്പിച്ചു. ആ മോശയുടെ വലിയ സഹായം അവൻ ചെയ്യുന്ന സ്ഥലത്ത് അവൻ ചെന്ന് ഇരുന്നതും അവിടെ വരുന്നതും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം നമ്മളെ വളർച്ചയിൽ ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മളെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ രാജകൊട്ടാരത്തിൽ വന്ന ഒരുത്തൻ അവൻ്റെ ആത്മാർത്ഥതയ്ക്ക് കൊണ്ടാണ് അവനവൻ്റെ ജനത്തെ സഹായിച്ച് ആത്മാർത്ഥത കൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് വന്ന. എന്നാൽ അവിടെ അവന് വേണ്ടി ദൈവം ഒരുക്കുന്ന മറ്റൊരു വഴിയാണ്. 18-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ അപ്പനായ റഗുവോലിൻ്റെ അടുക്ക ചെന്നപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു. ഒരു മിസ്രൈമ്യർ ഇടയന്മാരുടെ കയ്യിൽ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്ന ആടുകളെ കുളിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. അവൻ തൻ്റെ പുത്രിമാരോട് അവനെവിടെ, നിങ്ങൾ അവനെ വിട്ടിച്ച് പോകുന്നത് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കണ്ടോ? ഒരു നന്മ ചെയ്താൽ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരാൾക്ക് ദൈവം വഴിയൊരുക്കുന്നത് കണ്ടോ? നിനക്കൊരു ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ നിൻ്റെ കാര്യത്തിന് ദൈവം വഴിയൊരുക്കും. നിനക്ക് നിന്നോട് തന്നെയും നിനക്ക് ദൈവത്തോടും നീ നിൽക്കുന്നതിനോടും ഒരാത്മാർത്ഥതയുണ്ടായിരിക്കും. അങ്ങനെ വന്നപ്പോൾ ഭക്ഷണം കഴിപ്പാൻ വിളിപ്പിരുന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെന്നപ്പോൾ മോശയ്ക്ക് അവനോട് പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തെന്ന് 21-ാം വാക്യത്തിൽ വായിക്കുന്നു. 22-ാം വാക്യത്തിൽ അവളൊരു മകനെ പ്രസവിച്ചു, ഞാൻ അന്യദേശത്ത് പരദേശിയായിരുന്നുവെന്നും അവൻ പറഞ്ഞ് അവന് ഗർഷോം എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു കുടുംബജീവിതം ശരിയാകുക. ചെന്നിടത്തു നിന്ന് അവനൊരു വിവാഹം, ഒരു ഓട്ടോമാറ്റിക് വിവാഹമാണ് അവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ. 21-ാം വാക്യത്തിൽ ഏറെ നാൾ കഴിഞ്ഞിട്ടും ഇസ്രായേൽ രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുകൊള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. 25 വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ഒരാളെ ഒരുക്കിയെടുക്കുകയാണ്. ഒരാളെ ഒരുക്കിയെടുക്കുന്ന ആ പദ്ധതിയുടെ ഭാഗമാണിത്. എന്നെ നിങ്ങളെയും പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കും. എല്ലാവരെയും മോശമായിട്ടല്ല ഒരുക്കിയെടുക്കുന്നത്, എല്ലാവരെയും യോശുവായിട്ടല്ല ഒരുക്കിയെടുക്കുന്നത്. ഓരോരുത്തരും ഓരോ റോളിലാണ് ഒരുക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മെരുക്കിയെടുക്കുന്ന മേഖലകളിലൂടെ നമ്മൾ വളർന്ന് ഈ നോമ്പ് കാലത്ത് ഈ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾക്കോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അവിടെ സംഭവിച്ചതായ മോശയുടെ പ്രയാണം, മോശ രാജകൊട്ടാരത്തിലെത്തിയത്, അതിന് സഹോദരി സഹായിച്ചത്, അവിടെ അവൻ്റെ ആത്മാർത്ഥത, ആ ആത്മാർത്ഥതയിൽ അവൻ അവിടുന്ന് ഓടിപ്പോകേണ്ട സ്ഥലത്ത് ദൈവം അവനൊരുക്കിയ വഴികൾ, അവിടെ ഒരു കുടുംബം നൽകി അവനെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ ധ്യാനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവ് ഈ ധ്യാനം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകി അത്ഭുതകരമായിട്ട് തന്നെ മക്കളെ രക്ഷിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചുള്ളൂ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.